സഹിച്ചൂടാ. അയ്യോ, റോട്ടൊക്കിൽ മാർസിസ്റ്റേര് പൊതുയോഗം വെച്ചു. എല്ലാം അങ്ങനെ ഉരുട്ടി പോണ്ടാവും. അമ്മായിമ്മേനെ കാണുമ്പോ ഞായറാഴ്ച തിരക്ക് കൂടുതലാ. ഇവന് ഏറ്റവും വലിയ കാറ് പോകുമ്പോ അത്രയും സ്ഥലം പോവല്ലേ. മറ്റേ കേസ് സുപ്രീം കോടതിയിലേക്ക് എന്തിനും ഇവരെല്ലാരും കൂടി കാറ് പോകേണ്ട കാര്യമുണ്ട്. നടന്നു പോയപ്പോഴും വഞ്ചിയൂരിൽ റോഡ് അടച്ചുകെട്ടി പാർട്ടി സമ്മേളനം നടത്തിയ വിഷയത്തിൽ വിചിത്ര ന്യായവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് CPM നേതാവ് വിജയരാഘവൻ. വിഷയത്തിൽ കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് പോലീസ് കേസെടുക്കാൻ നിർബന്ധിതമായിരുന്നു. ഇതിനെ വിമർശിച്ചുകൊണ്ടാണ് വിജയരാഘവന്റെ പരാമർശം. കുന്നംകുളം ഏരിയ സമ്മേളനത്തിൽ വെച്ചാണ് വിജയരാഘവന്റെ വിചിത്രമായ ന്യായം. കേച്ചേരിയിൽ സമ്മേളനം നടക്കുന്ന സ്ഥലത്തെ റോഡിൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ട്. അതിന് കാരണം പാർട്ടി സമ്മേളനം കാരണമാണോ എന്ന് ചോദിച്ചാണ് വിജയരാഘവൻ വിഷയമെടുത്തിട്ടത്. റോഡിലൂടെ കാർ ഓടിക്കാനുള്ള അവകാശം പോലെ തന്നെയാണ് സാധാരണക്കാർക്ക് റോഡിൽ ജാഥ നടത്താനുള്ള അവകാശവും അനുവദിച്ചു തരണമെന്ന് വിജയരാഘവൻ ആവശ്യപ്പെടുകയായിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ മുഴുവനായും കേൾക്കാം. അവർ ഇങ്ങനത്തെ ഒരു മൈതാനം കിട്ടിയില്ല. അപ്പൊ റോട്ടൊക്കിൽ ഒരു പൊതുയോഗം വെച്ചു. സഹിച്ചൂടാ. അയ്യോ, റോട്ടൊക്കിൽ മാർസിസ്റ്റേര് പൊതുയോഗം വെച്ചു. കാറ് പോവാത്ത റോട്ടിൽ സ്റ്റേജ് കെട്ടി കുടുങ്ങിയില്ലേ മനുഷ്യൻ. ഏതോ റോട്ടൊക്കെ സ്റ്റേജ് കെട്ടിയാ തുടങ്ങിയില്ലേ. അപ്പോഴേക്കും മറ്റേ കേസ് സുപ്രീം കോടതിയിലേക്ക് എന്തിനും ഇവിടെ ഒരു ലോക്കൽ സമ്മേളനത്തിന്റെ പൊതുയോഗത്തിന് സ്റ്റേജ് കെട്ടി സുപ്രീം കോടതിയിൽ പോയി കേസ് എടുക്കുക. എന്താ കാര്യം? അങ്ങനെയൊക്കെയാണ്. വലിയ പബ്ലിസിറ്റി കിട്ടും. എന്തൊരു ട്രാഫിക് ജാം. അല്ലെങ്കിൽ ഇവിടെ ട്രാഫിക് ജാം ഉണ്ടാവില്ലേ. ഇപ്പൊ ഇന്ന് ഇവിടെ ഒരു ട്രാഫിക് ജാം ഉണ്ട് നമ്മളെ പൊതുയോഗത്തിന് നിന്ന്. അല്ലെങ്കിൽ കേച്ചേരിയിൽ ട്രാഫിക് ജാം ഉണ്ട്. ഞാൻ അതിലെ പോകണ്ടേ. ഞാൻ ഇടയ്ക്കാണ് 10 മനുഷ്യൻ പോകുമ്പോൾ എത്ര സ്ഥലം പോരെ. 10 കാർ പോകാൻ എത്ര സ്ഥലം വേണമെങ്കിലും ആലോചിച്ച് നോക്കിയേ. അത് ആരും പറയുന്നില്ല. ഇവരെല്ലാവരും കൂടി കാർ പോകേണ്ട കാര്യമുണ്ട്. നടന്നു പോയപ്പോഴും എന്താ പണ്ടൊക്കെ നമ്മൾ നടന്നു പോയില്ലേ. ഇത്ര കാറ് വേണമെന്ന് നിങ്ങൾ ആരെയും ചോദിക്കില്ല. ആരും ചോദിക്കില്ലല്ലോ. എന്നാൽ ഇത്ര വലിയ കാറ് വേണോ? അത് വേണം. എന്നാൽ ഒരു കുഞ്ഞിക്കാറ് പോയപ്പോഴും ഇവന് ഏറ്റവും വലിയ കാറ് പോകുമ്പോ അത്രയും സ്ഥലം പോവല്ലേ. 25 കാറ് ഇങ്ങനെ കിടക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട എന്താ? 25 കാറ് കിടക്കുന്നു എന്നല്ല, 25 ആളെ ഉള്ളൂ എന്നാ. മനസ്സിലായി? ആ കാറിലാരാ മെല്ലെ അങ്ങനെ ഉരുട്ടി പോണ്ടാവും. അമ്മായിമ്മേനെ കാണുമ്പോൾ ഞായറാഴ്ച തിരക്ക് കൂടുതലാ. കാറക്കെടുത്തിന് അമ്മായിമ്മേന്റെ വീട്ടിക്ക് പോകുക. അങ്ങനെ വർത്തമാനം പറഞ്ഞിങ്ങനെ വർത്തമാനം പറഞ്ഞു സല്ലപിച്ചു. അത്യാവശ്യത്തിന്റെ പോക്കയിൽ വളരെ കുറവായിരിക്കും. ഞാനതിനെതിരൊന്നുമില്ല. കാറുള്ളോ കാറ് പോയിക്കോട്ടെ. അപ്പോ കാറുള്ളോൻ കാറ് പോകുന്നത് പോലെ തന്നെ പാവങ്ങൾക്ക് ഒരു ജാഥ നടത്താനുള്ള സ്വാതന്ത്ര്യം അനുഭവിച്ചു തരണമെന്ന് വളരെ വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ ഇതുമ കുത്തിക്കണ്ട. മനസ്സിലായി? ഇവരെ ഇറങ്ങിയിരിക്കപ്പോ വിവരമില്ലാത്തൊരു നമ്മളോട് എന്തിനാ നിങ്ങൾ ഈ ജാഥ നടത്തുന്നത്? എന്തിനാ നിങ്ങൾ ഈ പ്രകടനം നടത്തുന്നത്? എന്തിനാ നിങ്ങളുടെ വളണ്ടിയർ മാർച്ച്? അതിന് ചോദിക്കുന്നവരുണ്ട്. ഞാൻ എപ്പോഴും പറയും, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്നത് സോഷ്യലിസം സ്ഥാപിക്കാനാണ്. ഉള്ളവനും ഇല്ലാത്തവനും ഇല്ലാത്ത ഒരു ലോകം സൃഷ്ടിക്കാനാണ്. സാമൂഹ്യ മാറ്റത്തിനാണ്. സാമൂഹ്യ മാറ്റത്തിന്റെ പതാകയും എന്തിയാണ് ആ വളണ്ടിയർ മാർച്ച് പോകുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ ഈ നാടിനെ വിമോചിപ്പിക്കും എന്ന ആത്മവിശ്വാസത്തിന്റെ അടയാളമാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ കൂട്ടായ്മകൾ.